ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടിംഗ് ഓഫ് ആക്സിഡൻറ്റ് എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൗതിക രൂപമില്ലാത്ത ഒന്നാണ് വൈദ്യുതി എന്ന് നമ്മൾക്കേവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് വളരെ അപകട സാധ്യതയുള്ളതാണ്. ഈ പാഠഭാഗത്തിൽ അപകടം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, മേലധികാരിയെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അതിൻ്റെ ആവശ്യകതയുമാണ് പ്രതിപാദിക്കുന്നത്. അത്യാഹിതം ജീവനും വസ്തുവിനും ഭംഗം വരുത്തിയേക്കാവുന്ന മനഃപൂർവമല്ലാത്ത അപ്രതീക്ഷിതമായ ദൗർഭാഗ്യ സംഭവമാണ് അത്യാഹിതം. ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ: 1. സുരക്ഷിതമല്ലാത്ത സാഹചര്യം. 2. സുരക്ഷിതമല്ലാത്ത പ്രവൃത്തി. 3. പ്രകൃതിക്ഷോഭം. സുരക്ഷിതമല്ലാത്ത സാഹചര്യം: വൈദ്യുതി അപകടങ്ങൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങൾ: ദ്രവിച്ചതും ബലഹീനവുമായ പോളുകളിൽ ജോലി ചെയ്യുന്നത്, സ്റ്റേവെയർ ഇല്ലാത്ത പോളുകളിൽ ജോലി ചെയ്യുന്നത്, ചരിഞ്ഞ പോളുകളിൽ ജോലി ചെയ്യുന്നത്, നിർദ്ദിഷ്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത ലൈനുകളിൽ പ്രവർത്തിക്കുന്നത്, HT-LT ലൈൻ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പോളിൻ്റെ അവ തമ്മിലുള്ള നിർദ്ദിഷ്ട അകലം പാലിക്കാത്തതിനാൽ, ശരിയല്ലാത്ത രീതിയിലുള്ള HT-LT ലൈൻ ക്രോസിംഗ്. LT ലൈൻ കട്ട് പോയിൻറ്റുകളുടെ ടെർമിനേഷൻ ശരിയല്ലാത്തതിനാൽ, താൽക്കാലിക സ്റ്റേ ഇല്ലാതെ ഒരു പോളിനെ ചേർക്കുകയോ എടുത്തുമാറ്റുകയോ ചെയ്യുന്നത്, ഒരു പോളിൽ HT-LT ലൈൻ ഉണ്ടാവുകയും അവ രണ്ടും വ്യത്യസ്ത ഫീഡറുകളിൽ നിന്നും സപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ കോഷൻ ബോർഡ് ഇല്ലാത്ത അവസ്ഥയിൽ, ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് സപ്ലൈ ലൈനും മറ്റൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് കണക്ഷനും ആവുമ്പോൾ കോഷൻ ബോർഡ് ഇല്ലാത്ത അവസ്ഥയിൽ, ഉപഭോക്താവിൻ്റെ വസതിയിൽ ശരിയല്ലാത്ത രീതിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ജനറേറ്റർ അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ നിന്നും വരുന്ന റിട്ടേൺ സപ്ലൈ, പോളുകൾ തമ്മിലുള്ള അകലം കൂടുതലാവുന്നതും കൊണ്ട് ഇലക്ട്രിക്കൽ ലൈനിൽ ഉണ്ടാകുന്ന സാഗു കാരണം, സ്റ്റേ ശരിയല്ലാതെ ഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഇലക്ട്രിക്കൽ ലൈനിൽ ഉണ്ടാകുന്ന സാഗു കാരണം, ഗാർഡിംഗ് ഇല്ലാത്ത ഇലക്ട്രിക്കൽ ലൈൻ ക്രോസിംഗ്, ഒടിഞ്ഞ ഏണി, ബലഹീനമായ തൂക്കുമരത്തട്ട്, കീറിയ കയ്യുറ, പഴകിയ ബെൽറ്റ് മുതലായ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം, ലൈൻ, പോൾ മുതലായവയുടെ മാനദണ്ഡം പാലിക്കാത്ത നിർമ്മാണ രീതി, ശരിയല്ലാത്ത രീതിയിലുള്ള എർത്തിങ്, പവർ കേബിളും കൺട്രോൾ കേബിളും ഒരുമിച്ച് റൂട്ട് ചെയ്യുന്നതുകൊണ്ട്, സൂപ്പർവൈസറുടെ മേൽനോട്ടമില്ലാതെ ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട്, മതിയായ വെളിച്ചമില്ലാത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നത് കാരണം, കൃത്യമായ റേറ്റിംഗ് അല്ലാത്ത ഫ്യൂസ് ഉപയോഗിക്കുന്നത് കാരണം, സുരക്ഷിതമല്ലാത്ത പ്രവൃത്തി, ഇൻകമ്മിങ്, ഔട്ട് ഗോയിങ് സപ്ലൈ, ബാക്ക് ഫീഡിംഗ്, ഇൻ്റർലിങ്ക് എന്നിവയെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ, PP ഉപയോഗിക്കാതെ ജോലി ചെയ്യുന്നതുകൊണ്ട്, അമിത ആത്മവിശ്വാസം, ഊഹാപോഹങ്ങൾ അടിസ്ഥാനമാക്കി ജോലി ചെയ്യുന്നത് മൂലം, ശരിയല്ലാത്ത ആശയവിനിമയ രീതി, AB സ്വിച്ച് ഓഫ് ചെയ്യാതെയും ഫ്യൂസ് ഊരി മാറ്റാതെയും ജോലി ചെയ്യുന്നതുകൊണ്ട്, മേലധികാരിയിൽ നിന്നും വർക്ക് പെർമിറ്റ് വാങ്ങാതെ ജോലി ചെയ്യുന്നത് മൂലം, ശ്രദ്ധയില്ലാതെ ഭാരം കൂടിയ വസ്തുക്കൾ ഉയർത്തുന്നത് കാരണം, ജോലി സ്ഥലത്ത് ഉണ്ടായേക്കാവുന്ന വഴക്ക്, കളിയാക്കൽ, ദേഷ്യം പിടിപ്പിക്കൽ തുടങ്ങിയവ, ജോലി സമയങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, മദ്യപിച്ച് ജോലി ചെയ്യുക, ശരിയായ അറിവും പ്രവൃത്തി പരിചയവും ഇല്ലാതെ ജോലി ചെയ്യുന്നത് മൂലം, ഉയരങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ടൂൾ എറിഞ്ഞു കൊടുക്കുന്നത് കാരണം,
പ്രകൃതിക്ഷോഭം. പ്രകൃതിക്ഷോഭം അപ്രതീക്ഷിതമാണ്. അതുമൂലം വ്യക്തികൾക്കും വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രകൃതിക്ഷോഭമുണ്ടാക്കുന്ന കാരണങ്ങൾ: 1. ശക്തമായ കാറ്റ്, ശക്തമായ മഴ, പ്രളയം, ഭൂകമ്പം. ആക്സിഡൻറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യകത. ഒട്ടുമിക്ക അപകടങ്ങളും ഒഴിവാക്കാനാകുമെന്ന് പരിചയത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഒരു സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും ആത്മാർത്ഥമായ സഹകരണം ആവശ്യമാണ്. കാരണങ്ങൾ: ആക്സിഡൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാവും. ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയും അവയെ വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ വീണ്ടും അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനാവും. അപകടം വിശകലനം ചെയ്യുന്നതിലൂടെ ശരിയായ കാരണം കണ്ടെത്തുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യാനാവും. അപകടങ്ങൾ കുറയ്ക്കാനാവും. ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ടാവുന്ന നഷ്ടപരിഹാരം കുറയ്ക്കാനാവും. ആർക്കെല്ലാം ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാം? പൊതുജനങ്ങൾ ടോൾ ഫ്രീ നമ്പറായ 9496010101 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സെക്ഷൻ ഓഫീസറിനെ വിളിച്ച് അറിയിക്കാവുന്നതാണ്. സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ സേഫ്റ്റി ഓഫീസറെ അറിയിക്കാവുന്നതാണ്. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർക്കുമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മേലധികാരിക്ക് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിൽ ഉള്ളടക്കം ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അപകടത്തിനു മുൻപും അപകട സമയത്തുമുണ്ടായ ഇരയുടെ പ്രവൃത്തി, അപകടമുണ്ടായ രീതി, ക്ഷതമേറ്റതിൻ്റെ തീവ്രത, സാക്ഷി, സഹപ്രവർത്തകർ, മേലധികാരി എന്നിവരുടെ ഇടപെടൽ, ഫസ്റ്റ് എയ്ഡ്, മെഡിക്കൽ ഫെസിലിറ്റി മുതലായവ. സേഫ്റ്റി ഓഡിറ്റ്. അപകട സാധ്യത ഇല്ലാതാക്കലാണ് സേഫ്റ്റി ഓഡിറ്റിൻ്റെ ഉദ്ദേശം. അപകട കാരണങ്ങൾ കണ്ടെത്തുകയും അവയെ ഒഴിവാക്കുന്ന മാർഗങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് സേഫ്റ്റി ഓഡിറ്റ്. ഫീൽഡിലും സബ്സ്റ്റേഷനിലും ലൈൻമാൻ മതിയായ സേഫ്റ്റി ഉപകരണങ്ങൾ ധരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്വയം പാലിക്കേണ്ടതും മേലുദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതുമാണ്. സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നതിനായി സേഫ്റ്റി ഓഫീസർ ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ്. ഈ പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 ടേമുകളെ പരിചയപ്പെടുത്തുന്നു. 1 സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, 2 ടച്ച് പൊട്ടൻഷ്യൽ. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ. It's the difference in surface potential experienced by a person bridging a distance of 1 meter with the feet without contacting any grounded structure. Touch potential. It's the difference between the ground potential rise and the surface potential at the point where the person is standing while at the same time having a hand in contact with the grounded structure. സ്റ്റെപ്പ് പൊട്ടൻഷ്യലും ടച്ച് പൊട്ടൻഷ്യലും വീഡിയോയുടെ സഹായത്തോടു കൂടി കൂടുതൽ മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം സ്നാപ്പ് ഡൗൺ കണ്ടക്ടർ അല്ലെങ്കിൽ സ്നാപ്പിംഗ് ഓഫ് കണ്ടക്ടർ, ഇലക്ട്രോക്യൂഷൻ എന്ന 2 വാക്കുകൾ പഠിച്ചിരുന്നു. ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യലും ടച്ച് പൊട്ടൻഷ്യലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ ബ്ലൂ ഫേസ് കണ്ടക്ടർ പൊട്ടി താഴെ വീണിരിക്കുന്നത് കാണാം. അതായത് സ്നാപ്ഡ് കണ്ടക്ടറായി ഇവിടെയുണ്ട്. ഈ കണ്ടക്ടർ പൊട്ടി താഴെ വീഴുമ്പോൾ തന്നെ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ക്രിയേറ്റ് ചെയ്യുകയും സബ്സ്റ്റേഷനിലുള്ള ബ്രേക്കർ ട്രിപ്പ് ആവുകയും ചെയ്യുന്നു.
ഈ സമയപരിധിക്കുള്ളിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യുകയും ഉണ്ടാകുന്നുണ്ട്. ഇനി വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്നാൽ എന്ന് നോക്കാം. അതായത് കണ്ടക്ടർ വീണ് കിടന്ന ഭാഗത്ത് നിന്ന് ചുറ്റി വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇവിടെ 11 kV ലൈനാണ് പൊട്ടി വീണിരിക്കുന്നത് എന്ന് കരുതുക. ഈ 11 kV ലൈനിൽ ഉണ്ടായ ആദ്യത്തെ വലയത്തിൽ 10 kV വോൾട്ടേജ് അതിനെ ചുറ്റി കുറഞ്ഞ വോൾട്ടേജുകളും ഉണ്ടായിരിക്കുന്നതാണ്. 2 kV ഡിഫറൻസിൽ വോൾട്ടേജ് ഗ്രേഡിയന്റ് ഉണ്ട് എന്ന് കരുതുക. ഈ കണ്ടക്ടർ പൊട്ടി വീണ ഭാഗത്ത് നിന്ന് 10 മുതൽ 15 മീറ്റർ അകലം വരെയുള്ള ഭാഗങ്ങളിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നിലനിൽക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉള്ള ഭാഗത്ത് എത്തിച്ചേരുന്നു എന്ന് കരുതുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. വ്യക്തിയുടെ ഒരു കാൽ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിലും അടുത്ത കാൽ കുറഞ്ഞതോ അല്ലെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിലോ ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്റ്റെപ്പ് 8 kV പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിലും അടുത്ത സ്റ്റെപ്പ് 6 kV പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിലും ഉണ്ടാകുമ്പോൾ രണ്ട് കാലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 2 kV ആയി മാറുന്നു. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെയാണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ടർ പൊട്ടി വീണ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടാവുകയും ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന്റെ പരിധിയിൽ ഒരു വ്യക്തി ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം 1 മീറ്റർ വരെയാകുന്ന ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ മൂലം ഇലക്ട്രോക്യൂഷൻ ഉണ്ടാവുകയും വ്യക്തിക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. ഇത് തടയാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ സ്റ്റെപ്പ് ഡിഫറൻസ് കൂടുമ്പോഴാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അത് തടയാനായി സ്റ്റെപ്പുകൾ പരമാവധി അടുപ്പിച്ച് വെക്കുക. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ മൂലം ഉണ്ടാകുന്ന ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടാനായി രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്തി ജമ്പ് ചെയ്യുക. ഈ ജമ്പിങ് വളരെ ചെറിയ സ്റ്റെപ്പുകളിലായിരിക്കണം. ഒരുപാട് ഉയരത്തിൽ ജമ്പ് ചെയ്യാനും പാടില്ല. ഇതിനെയാണ് ബന്നി ജമ്പിങ് എന്ന് പറയുന്നത്. ഇനി ടച്ച് പൊട്ടൻഷ്യൽ എന്താണ് എന്ന് നോക്കാം. എനർജൈസ്ഡ് കണ്ടക്ടർ പൊട്ടി നിലത്ത് വീഴാതെ സ്ട്രക്ചറുമായി കോണ്ടാക്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ സ്ട്രക്ചറിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഓരോ ട്രാൻസ്മിഷൻ ടവറും എർത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേപോലെ ഓരോ HT പോളും എർത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. 10 പോളുകളിൽ ഒരു LT പോളും എർത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാം. ഇങ്ങനെ എർത്ത് ചെയ്യപ്പെടുമ്പോൾ ലീക്കേജ് കറണ്ട് എർത്ത് പിറ്റിലേക്ക് ഒഴുകുന്നതോടൊപ്പം തന്നെ കോണ്ടാക്ട് മേക്ക് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പൊട്ടൻഷ്യലിനെയാണ് ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ടച്ച് പൊട്ടൻഷ്യൽ എന്നത് ആ വ്യക്തിയുടെ കോണ്ടാക്ട് പോയിന്റും ഗ്രൗണ്ട് പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ടച്ച് പൊട്ടൻഷ്യൽ കുറയ്ക്കാനായി നിശ്ചിത റേറ്റിംഗ് ഉള്ള ഹാൻഡ് ഗ്ലൗസും ബൂട്ടും ഉപയോഗിക്കുക. From height we will see what is step and touch potential. It can be understood with very basic knowledge of electricity. As we know, current flows from high potential to low potential. Also, current flows through least resistance path. With these two basic concepts, step potential and touch potential can be understood easily. Let's take an example. Consider current carrying conductor is broken and touches ground, or accidentally some big crane or excavator touches overhead current carrying conductor. In such conditions,
potential of the ground at the point where the broken conductor touches increases and decreases with distance from the touch point. Hence we can see that potential near touch point is higher and lower at distant points. We can say that invisible rings of potential get formed around the touch point. Each ring has different potential in decreasing manner. Let's consider that due to the broken conductor, potential at the touch point is 20 kV. Therefore let's assume potential of the invisible rings to be 18 kV, 16 kV, 14 kV and so on. If one walks on this affected area, the person would experience an electric shock. Because while taking steps, one foot gets on one ring, let's say on the ring with potential of 14 kV, and other foot on the other ring with potential of 16 kV. This creates potential difference of 2 kV between two legs, causing current to flow through body from high potential ground to low potential ground. Because in this case person's body is low resistance path for current to flow than the ground. This is the cause of electric shock due to step potential, which can be fatal. Now how to be safe and avoid such electric shock due to step potential. As we saw, current flows due to potential difference between two legs as one takes step to walk. Don't you worry, here comes Bunny to your rescue. Bunny hopping is the way one can get out of the affected area due to broken conductor. Keep shuffling or bunny hopping with both the legs lifting up and putting down together and not one by one until one gets out of the affected ground completely. Get at least 10 meters away from the touch point by bunny hopping. Also remember not to jump too high. To check whether one is inside affected area, shuffle out foot gradually keeping it in contact with ground. If inside affected ground, the person would feel tingling sensation in legs due to potential difference. That means furthermore bunny hopping is required to get out of the danger zone safely. Now let's understand touch potential. If one touches high potential conductor or an object, current flows through the person's body to the ground, body being the low resistance path for current to flow. Hence body experiences electric shock which can be fatal. Therefore the way to avoid touch potential is to avoid touching such object with electric potential.